നമസ്കാരം. പതിരും കതിരും. നിഴല് നോക്കി തല്ലുന്ന മാടനെ പറ്റി കേട്ടിട്ടില്ലേ? നേരിട്ടൊന്നും നമ്മളെ ചെയ്യില്ല, അത്രയ്ക്ക് ക്രോധമൂർത്തിയാണ്. മാടൻ്റെ സഞ്ചാരപഥങ്ങളിൽ തടസ്സം നിൽക്കുന്നതിനെയെല്ലാം അടിച്ചു താഴെയിടും. അതിനെയാണ് മാടനടി എന്ന് പറയുന്നത്. അങ്ങനെ നിഴൽ മാടൻ്റെ സ്വഭാവം കാണിക്കരുത് ഒരു ഭരണാധികാരിയും. ആരെയും വെല്ലുവിളിക്കുകയും വിറപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പിണറായി വിജയനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരാൾ. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ സംവാദത്തെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അത് നേരിട്ടുള്ള സംവാദമായിരിക്കുമെന്ന് സതീശൻ കരുതി. എങ്കിൽ നേരവും കാലവും കുറിച്ചുകൊള്ളൂ എന്നായി അദ്ദേഹം. അങ്ങയുമായി പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണെന്നായി സതീശൻ. അതോടെ പിണറായി മലക്കം മറിഞ്ഞു. ഫേസ്ബുക്ക് സംവാദത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നായി. ഇത്രയും ധീരനായ മുഖ്യമന്ത്രി എന്തിനാണ് നുണ കൊണ്ട് കോട്ട കെട്ടുന്നവനെന്ന് ആക്ഷേപിച്ച ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ ഭയക്കുന്നത്? അദ്ദേഹം പറയുന്നതെല്ലാം നുണയാണെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ നേരിട്ടുള്ള സംവാദം നല്ലതല്ലേ? പിണറായിയെ നുണറായി എന്ന് പേരിട്ട് സതീശനും വെല്ലുവിളിച്ചു. കീറിയൊട്ടിക്കാൻ പരസ്യ സംവാദം തന്നെയാണ് നല്ലത്. അങ്ങ് വരൂ, പക്ഷേ അതിന് വയ്യ, ഫേസ്ബുക്കിലൂടെയാകാം. അതാവുമ്പോൾ ആരെങ്കിലും കുറിക്കുന്ന കുറിമാനമെടുത്ത് കാച്ചിയാൽ മതിയല്ലോ. അതിനു താഴെ അന്തം വിട്ട കുറേ അണികളും വന്ന് ജയ് വിളിക്കും. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഏകാധിപതിക്ക് എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി സധൈര്യം ഏറ്റെടുക്കാൻ ത്രാണിയില്ലാതെ പോയത്? ഓട്ടമത്സരത്തിന് വിളിച്ചാൽ ഫേസ്ബുക്കിൽ വരാൻ പറയുമോ? താങ്കൾ രക്ഷാപ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്തതും ഫേസ്ബുക്കിലൂടെയായിരുന്നോ? പരനാറിയെന്നും ചെറ്റത്തരമെന്നും പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയായിരുന്നോ? അപ്പോൾ വല്ലവനെയും തെറി പറയാനും ചോദ്യം ചോദിക്കുന്നവൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയാനും പാർട്ടി വിടുന്നവരെ വർഗവഞ്ചകനെന്ന് വിളിക്കാനും ചെറ്റത്തരമെന്നൊക്കെ പറയാനും ഫേസ്ബുക്ക് വേണ്ട, നേരിട്ടങ്ങ് കാച്ചി കൊടുക്കും. പക്ഷേ സതീശൻ സംവാദത്തിന് വിളിച്ചാൽ ഫേസ്ബുക്കിൽ വരാൻ പറയും. ഞാൻ അവിടെയുണ്ട്. സംവാദം എന്നൊക്കെ പറയുന്നത് തലയിൽ ആൾതാമസമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആട്ടാനും വെല്ലുവിളിക്കാനും മാത്രമേ വിപ്ലവകാരികൾക്ക് കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകും. ഏകാധിപതികൾ എല്ലാ കാലത്തും ചോദ്യങ്ങളെ ഭയക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഒരു കമ്മിയെപ്പോലും വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ് ആക്ഷേപിച്ച് വിട്ടത്. ശിവൻകുട്ടി വരെ അങ്ങ് പരസ്യ സംവാദത്തിന് വിളിക്കുകയാണ്. പുള്ളി പറയുന്ന സമയത്ത് ചെന്നുകൊള്ളണം. 10 വാക്ക് പറഞ്ഞ 13.5 തെറ്റ് വരുത്തുന്ന പുള്ളിയാണ് ശിവൻകുട്ടി. എതിരാളിയായ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഭാഷ കേട്ടാൽ അത് ഏത് ഭൂമുഖത്തെ ഭാഷയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയില്ല. അവർ രണ്ടും കൂടി സംവാദം നടത്തിയാൽ എന്തൊരു കോമഡി പ്രോഗ്രാമായി അത് മാറും. മൈക്കൊടിക്കുക, ക്ഷോഭിക്കുക, വിരട്ടുക, നോക്കി പേടിപ്പിക്കുക തുടങ്ങിയ വൃത്തികെട്ട സുകുമാര കലകളൊക്കെ പിണറായി വിജയൻ അറിയാം. പരസ്യ സംവാദമാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ വരാമെന്ന് പറയും. മൻ കി ബാത്തിനാണെങ്കിൽ പിണറായി മിടുക്കനാണ്. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ അയ്യേ മോശമെന്ന് പറഞ്ഞ് നാണം കെടുത്തുകയായിരുന്നു. വീണ്ടും തിരിച്ചു വന്ന മൈക്കിൻ്റെ കഴുത്ത് ഒന്നുകൂടി ഓടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അയാളെ നോക്കിയ ദഹിപ്പിക്കുന്ന നോട്ടം ഭയാനകമായിരുന്നു. തെരഞ്ഞെടുപ്പായതുകൊണ്ടും പി ശശിയുടെ സെക്രട്ടറി പണി കഴിഞ്ഞതുകൊണ്ടും അയാൾ രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് അവൻ്റെ വീടിന് ബോംബെറിയാതിരുന്നത്. പക്ഷേ എല്ലാം കണക്കിലുണ്ട് കുഞ്ഞെ. PR ടീം എഴുതി കൊടുക്കുന്നത് വായിക്കും, അവർ കടിക്കാൻ കൊടുക്കുന്ന കപ്പ് കടിക്കും. PR സഹായമില്ലാതെ വരുമ്പോഴാണ് ചോദ്യം ചോദിക്കുന്ന കമ്മിയോട് ക്ഷുഭിതനായി വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നൊരു പരിപാടി തള്ളിമറിച്ച് കൊണ്ടുവന്നിരുന്നു. ചോദ്യം ചോദിച്ച് ആട്ടുന്ന പുള്ളിയെ ഏതെങ്കിലും മനുഷ്യൻ കൂടെ കൂട്ടുമോ? ആവുന്ന പണി 56 നോക്കുന്നുണ്ട് പിണറായി വിജയൻ മനുഷ്യരോട് ഒന്നടുക്കാൻ. കമ്മികളല്ലാത്ത സകല മനുഷ്യരും പിണറായി വിജയനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ മുഖത്തിൻ്റെ ചോട്ടിൽ വരുന്ന കമൻറ്റുകൾ നമ്മോട് പറയും. വിജയേട്ടാ, സതീശനുമായുള്ള സംവാദം നമുക്ക് അത്ര സേഫ് അല്ല എന്ന് ഐസക് ഒരു ദൂതൻ മുഖേന പിണറായിയെ അറിയിച്ചിട്ടുണ്ടാകും. ഫേസ്ബുക്ക് വഴി സംവാദമാകുമ്പോൾ അണികളെ കൊണ്ടുവന്ന് സതീശനെ തെറിയും വിളിപ്പിക്കാം. എന്നിട്ട് ഞങ്ങളുടെ ഫയൽ വാൻ ജയിച്ചേ എന്ന് പറയാനുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു അത്. നിയമസഭയിലാണെങ്കിൽ സ്പീക്കർ മൈക്ക് ഓഫാക്കി കൊടുത്ത് രക്ഷപ്പെടുത്തും. നേർക്ക് നേരെയാകുമ്പോൾ മാധ്യമങ്ങൾ വെറുതെ വിടുമോ? ഇത്രയൊക്കെ വികസനം നാട്ടിലുണ്ടാക്കി മലയാളികളുടെ രോമഹർഷം ഉയർത്തിയ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്നു കൊടുത്താൽ എന്താണ്? ഈ ധീരനായ M സ്വരാജിന് പോലും ഒരു പിണ്ണാക്കും അറിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മുൻപ് അദ്ദേഹം MLA ആയി നിയമസഭയിലുള്ളപ്പോൾ സ്റ്റേറ്റ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട സതീശനുമായി നടത്തിയ ആ തർക്കം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങൾ മാത്രമാണോ സ്റ്റേറ്റ്? ആണെന്നാണ് M സ്വരാജ് തൻ്റെ പ്രസംഗത്തിൽ കാച്ചി മൂളിച്ചത്. അല്ലെന്നായിരുന്നു VD സതീശൻ്റെ തിരിച്ചടി. ഭരണഘടന എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കരുത് ഞങ്ങളെ. 293 എന്നാൽ ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ് എന്നാണ്. കിഫ്ബി സ്റ്റേറ്റ് അല്ല. ഭരണഘടന എടുത്തു വെച്ച് വായിക്കണം.
ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് ഏത് കൊച്ചുകുട്ടിയും പറയും. ഇതായിരുന്നു സ്വരാജ്യത്തിൻ്റെ പരിഹാസമെല്ലാം. ഇതിന് മറുപടിയായി സതീശൻ ഇങ്ങനെ പറഞ്ഞു: 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാം ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന്, എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ടെന്ന്. ആ സ്റ്റേറ്റാണോ ആർട്ടിക്കിൾ 12-ലെ സ്റ്റേറ്റ് എന്നതിന് നിർവചനം? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റേറ്റാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റാണ്. തൃപ്പൂണിത്തുറ അംഗം എന്നെ പഠിപ്പിച്ചു തന്നത് കേട്ടല്ലോ. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കറിയാവുന്ന കാര്യം എനിക്കറിയില്ലെന്ന്. എൻ്റെ തൃപ്പൂണിത്തുറ അംഗമേ, ഈ സ്റ്റേറ്റ് എന്നാൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ പറയുന്ന സ്റ്റേറ്റ് അല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം ഒരുപാട് സ്റ്റേറ്റ് വേറെയുണ്ട്. ഇതേക്കുറിച്ച് സുപ്രീം കോടതി വിധിയും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൊളിഞ്ഞടിഞ്ഞത് സ്വരാജിൻ്റെ വാദമായിരുന്നു. കിഫ്ബി സ്റ്റേറ്റാണെന്ന് 2020 നവംബർ 21 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കിഫ്ബി സമ്മതിച്ചിട്ടുമുണ്ട്. ഇതാണ് സ്വരാജിൻ്റെ ഒരു കുഴപ്പം. അറിയാത്ത കാര്യവും നല്ല ചതുരവടിവിൽ ഞെളിഞ്ഞു കുത്തി നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയും. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പറയുമ്പോൾ ബ്ലിങ്കും. ആകെ വിവരവും ബോധവുമുള്ള ഒരുത്തൻ സ്വരാജ് മാത്രമാണ് ഈ CPM-ൽ എന്നാണല്ലോ നമ്മുടെയൊക്കെ ധാരണ. ആ സ്വരാജിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ ചിന്താശേഷി എങ്ങനെയായിരിക്കും? അബിൻ വർക്കിയുടെ മുമ്പിൽ പെട്ടുപോയ വീണ ജോർജിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ബുർജ് ഖലീഫ ഒഴിച്ച് ബാക്കിയെല്ലാം പത്തനംതിട്ടയിലുണ്ടാക്കിയ പുള്ളിയാണ്. ചോര പറ്റി ഇരുന്നു പോയി. ഇന്ന് കേരളത്തിൽ കമ്മികളും അന്ധങ്ങളും CPM-ഉം ഭയക്കുന്ന ഏക നേതാവാണോ അപ്പോൾ VD സതീശൻ? സകല സമുദായ നേതാക്കളെ കൊണ്ടും ക്യാപ്സൂൾ കമ്മികളെ കൊണ്ടും സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കളെ കൊണ്ടും വരെ പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുന്ന രീതിയിൽ അവർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. നുണയനെന്ന് വിളിച്ച് VD എന്ന ഭയത്തെ അവർ പ്രതിരോധിക്കുകയാണ്. കള്ളക്കഥ പറയാനും ഗീർവാണമടിക്കാനുമല്ലാതെ പിണറായി വിജയന് ഒരു സംവാദം നടത്താനുള്ള ശേഷിയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല.